പ്രിയ ശാലോം പ്രേക്ഷകരെ, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് ജോജോ ജേക്കബ്. ഞാനൊരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവറട്ടി യൗസേപ്പ് പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിന് തൊട്ടടുത്ത ഇടവകയായ വല്ലിശ്ശേരിയിലാണ്. ഞാൻ എന്റെ സുഹൃത്തായ രാജേഷ് മോസസിനെയും കുടുംബത്തെയും പരിചയപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളത് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാം. അപ്പനും അമ്മയും മക്കളെല്ലാവരും കൂടി എന്താണ് പരിപാടി? ഞങ്ങള് മീറ്റിങ്ങുകളിലായിരുന്നു വന്ന സമയം മുതല്. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ശരി. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് ആ ഉഗാണ്ടൻ പാട്ടുകളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജോജോ വരുന്നത്. നമുക്കൊരു പാട്ടായാലോ? പാട്ട് രാജേഷിന്റെ ഒരു ബലഹീനതയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഉഗാണ്ടൻ പാട്ട് തന്നെ പാടാം. ശരിയാണോ? പാടാം. ഓക്കെ. പാട്ട് തകർത്തു, അടിപൊളിയായി. രാജേഷേ, ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. എന്റെ പേര് രാജേഷ് മോസസ്. പിന്നെ ഇത് ഇവാൻ, ഞങ്ങളുടെ ഇരട്ടകളില് രണ്ടാമത്തെ ആളാണ് ഇവാൻ മോസസ്. ഹയയാണ് മൂത്തയാള്. ഹയ P3 പഠിക്കുന്നു. പിന്നെ പിയോ രണ്ടാമത്തെ ആള് പിയോ മോസസ് P1 പഠിക്കുന്നു, പ്രൈമറി 1 പഠിക്കുന്നു. ജിയാനും ഇവാനും ഇരട്ടകൾ ട്വിൻസ് ആണ്. അവര് നഴ്സറി ടോപ്പ് ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ വൈഫിന്റെ പേര് സൗമ്യ തെരേസ. ഇതാണ്. പിന്നെ കിസീറ്റോ ഉണ്ട്, 5ാമത്തെ മോള് കിസീറ്റോ. 6ാമത്തെ മോന്റെ പേര് എക്കീസ മോസസ്. 6 പേരാണ് അല്ലേ? രാജേഷ്, ഫാമിലി മിഷൻ എന്ന് പറയുന്നത് ജീസസ് യൂത്തിൽ തന്നെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. അധികം ആരും ചെയ്യാത്തതാണ്. നിങ്ങളാണ് ഒരു ഫാമിലി മിഷൻ എന്നൊരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ 2-3 ഫാമിലീസ് ഒക്കെ ഫാമിലി മിഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും ഈ കാലഘട്ടത്തിൽ ഫാമിലി, കുടുംബത്തോടെ മിഷൻ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു റെലവൻസ് എന്താണ്? എത്രമാത്രം ഉണ്ട് കുടുംബത്തോടെ ഞാനും എന്റെ കുടുംബവും ഒരു ഫാമിലി മിഷൻ ചെയ്യുന്നുള്ളതിന്റെ എന്തുമാത്രം റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ? ഒന്ന്, ഫാമിലി മിഷൻ നമുക്കറിയാം. മിഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സഭയിൽ പോലും. റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ആയിട്ട് മിഷൻ മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിന്റെ സഭ പോലും ആ ഒരു ആവശ്യം തിരിച്ചറിഞ്ഞു. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കുറെ കൂടി ആത്മായർക്ക് തുറവി കിട്ടി, പ്രത്യേകിച്ച് ഫാമിലീസിന്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലായിരുന്നു. തീർച്ചയായിട്ടും ഫാമിലി മിഷൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡും വൈഫും ഏത് രാത്രിയിലും ഏത് വീട്ടിലും കയറിച്ചല്ല.
ഏത് സ്ഥലത്തും കയറി ചെല്ലാം. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചാണ് പോകുന്നത്, ഒരു കുടുംബം ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ ഏത് രാത്രിയിലും ആരും ചോദിക്കില്ല എവിടെ പോകുന്നത് എന്താണ്. അതേസമയം ഒരു സ്ത്രീ ഒറ്റയ്ക്കോ ഒരു പുരുഷൻ ഒറ്റയ്ക്കോ യാത്ര ചെയ്യുന്നതിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിന് എവിടെയും കയറി ചെല്ലാം, ഏത് സമയത്തും കയറി ചെല്ലാം, ആരുമായിട്ടും റിലേറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിബിലിറ്റി, ഒന്നാമത്തെ പോസിബിലിറ്റി. മറ്റൊന്ന്, ഇത് പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെന്ന ധാരണയെ തികച്ചും തകിടം മറയ്ക്കുന്ന, അല്ലെങ്കിൽ അതിന് മാറ്റിമറയ്ക്കുന്ന, ആർക്കും ഏതൊരു മനുഷ്യനും, സഭയും പറയുന്ന അതാണല്ലോ, എല്ലാവരും മിഷൻ ചെയ്യണം എന്ന ഒരു ക്രൈസ്തവന്റെ അനുഭവമായിരിക്കണം മിഷൻ എന്നാണ്, ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം എന്നാണ് സുവിശേഷ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. അപ്പൊ ഒരു കുടുംബമായിട്ട് മിഷൻ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യതയുണ്ട്, കൂടുതൽ ഇഫക്റ്റ് ഉണ്ട്, കൂടുതൽ ഒരു റിയാലിറ്റി ഉണ്ട്. മാത്രമല്ല, ഒരു പുതിയ സ്ഥലത്തേക്ക് കുടുംബമായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് മനസ്സിലായി. എനിക്ക് സ്വാമിയോട് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഈ ഒരു കുടുംബമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മിഷൻ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് സ്ത്രീകളാവുമ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ളൊരു ഒരു റോളാണ് സാധാരണ കുടുംബമായിട്ട് ചെയ്യുമ്പോൾ. അതിനപ്പുറത്ത് യുഗാണ്ടയില് ഈ കുടുംബമായിട്ട് മിഷൻ ചെയ്യുമ്പോൾ എന്താണ് സ്വാമിക്ക് ചെയ്യാനായിട്ട് പറ്റിയത്? കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു വീട്ടമ്മയുടെ അപ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു? ഞങ്ങള് ആദ്യം ഉഗാണ്ടയിൽ ചെയ്തത് തന്നെ 2 ലെവല് മിഷനാണ് ചെയ്തത്. നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അവര് എടുത്ത മിഷനെ സംബന്ധിച്ച് നമ്മളോട് കോൺട്രിബ്യൂട്ട് ചെയ്ത പിള്ളേരെ നമ്മളെ വീട്ടിലോട്ട് നമ്മൾ ക്ഷണിക്കുകയും, നമ്മളൊരു ഓപ്പൺ ഹൗസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരെ നമ്മളെ വീട്ടിലോട്ട് വിളിക്കുകയും അവർക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാനും രാജേഷേട്ടനും ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളിലും ഞാൻ ആണ് രാജേഷേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആക്ഷൻ സോങ്ങുകളും അത്യാവശ്യ സോങ്ങുകളൊക്കെ നമ്മൾ ചെയ്ത്, അതായിരുന്നു എന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അപ്പം കണ്ടെത്തിയ ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ അവരെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാമുകളിൽ രാജേഷിനെ ഒപ്പം തന്നെ സഹായിക്കുക. അപ്പൊ അവിടെ ഈ ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാമിക്ക് അതൊന്ന് ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ് ലാംഗ്വേജ്? അവരുടെ നാഷണൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതില്ല. അപ്പൊ ഇംഗ്ലീഷ് ഞാൻ അത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ വളരെയധികം എടുത്തുപയോഗിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ സാധിച്ചു. അവരെ ഇന്നും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കീ ലീഡേഴ്സ് എന്ന് പറയാവുന്നവർ നമ്മുടെ വീട്ടിൽ വന്ന് ഫോർമേഷൻ കിട്ടിയവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച രാജേഷ് മോസസ് ജീസസ് യൂത്ത് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടതോടെയാണ് ശിഷ്യത്വത്തിന്റെ ജീവിത വഴി തിരഞ്ഞെടുക്കുന്നത്. അപ്പസ്തോല തീക്ഷ്ണതയാൽ അന്യനാടുകളിൽ പോയി സുവിശേഷം നൽകാൻ അവസരമൊരുക്കിയതും ജീസസ് യൂത്ത് മുന്നേറ്റമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലതവണ ഈ രീതിയിൽ കടന്നു ചെന്നതാണ് കുടുംബ പ്രേഷിതത്വത്തിലേക്ക് നയിച്ചതെന്ന് രാജേഷ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു 2000-ലൊക്കെയാണല്ലോ രാജേഷ് ഒരു ജീസസ് യൂത്ത് അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന രാജേഷിന്റെ നവീകരണ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയായിരുന്നു? ഞാൻ നവീകരണത്തിലേക്ക് വരുന്നത് ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ് 92-ല്. അതിനു മുമ്പും ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് വീട്ടിൽ ചെറിയ തോതിലുള്ള പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. 92-ല് എൻ്റെ ഫസ്റ്റ് റിട്രീറ്റ് എക്സ്പീരിയൻസ് ശേഷം പിന്നെ വീട്ടിലൊരു ചെറിയ പ്രയർ ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷത്തോളം അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു. അതിനുശേഷം ഒരു 94 ഒക്കെ ആകുമ്പോഴേക്കും 93-94-ലാണ് ഈ FBA ഫ്രണ്ട്സ് ഓഫ് ദ ബേർഡ്സ് ഓഫ് ദ എയർ ആകാശപ്പറവകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് 1.5 കൊല്ലം തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 95 ആകുമ്പോഴേക്കുമാണ്
നോൺ കാത്തലിക്സ് ആയിട്ടുള്ള ആളുകളെ റീച്ച് ഔട്ട് ചെയ്യലും അവരുടെ കൂടെ ചില ഫോർമേഷൻസും അവർക്ക് ഒരു പരിശീലനം അത്തരം കാര്യങ്ങളിൽ അവിടെ ഒരു 3 വർഷം 98 വരെ ഹോളി ഫാമിലിയുടെ അതെ ഹോളി ഫാമിലി എന്ന പേരിൽ നോൺ കാത്തലിക്സിനെ ഒരുമിച്ച് കൂട്ടുക, അവരെ പരിശീലനം, അവരെ വിശ്വാസ പരിശീലനത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ആയിട്ട് 3 വർഷം ചെലവിട്ടു. പിന്നീട് 2 വർഷം ഒരു അലച്ചിലായിരുന്നു ശരിക്കും 98-99 കാലഘട്ടങ്ങളിൽ. അങ്ങനെ 2 വർഷത്തെ പ്രാർത്ഥനയ്ക്കൊടുവിലാണ് ജീസസ് യൂത്ത് മൂവ്മെന്റിനെ പരിചയപ്പെടുന്നതും അത്തരത്തിൽ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത് 2000-ലാണ്. ജീസസ് യൂത്ത് വന്നതിന് ശേഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ രാജേഷ് ചെയ്തിരുന്നത്? ഏതൊക്കെ മേഖലയിലായിരുന്നു രാജേഷ് ജീസസ് യൂത്ത് പ്രവർത്തിച്ചിരുന്നത്? ജീസസ് യൂത്തില് ഞാൻ വരുന്നത് തന്നെ ഒരു 1 ഇയർ ഫോർമേഷൻ പ്രോഗ്രാമിലൂടെയാണ്. സൺഡേ ഫുൾ ടൈമേഴ്സ് എന്നറിയപ്പെടുന്ന 1 ഇയർ ഫോർമേഷൻ പ്രോഗ്രാം. അതും ഒരു മിഷണറി സ്പിരിറ്റ് ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. പുതിയ ഇടവകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നു, ഞായറാഴ്ചകൾ ദിവസങ്ങളിൽ പുതിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങാനായിട്ട് ഒരു റീച്ച് ഔട്ട് ഫോർമേഷൻ പ്രോഗ്രാം ആയിരുന്നു അത്. അതിന്റെ തുടർച്ചയെന്നോണം പിന്നീട് വൈഡർ ലെവലിലുള്ള ഒരു റീച്ച് ഔട്ടിനെ സഹായിച്ച നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതെ ട്രൈബൽ യൂത്തിനെ 1 മാസത്തേക്കായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതുമായി ബന്ധപ്പെട്ടാണ് കുറെ എനിക്ക് പ്രവർത്തിക്കാൻ. അതെ 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 അതിന്റെ ഭാഗമായിട്ട് പല നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യൻ റീച്ച് ഔട്ടുകള്, അതിനിടയിൽ ഹിന്ദി പഠിക്കാനായിട്ട് ഒരു ഹിന്ദി റിസോഴ്സ് ആകാനായിട്ട് കർത്താവ് കൃപ നൽകി. അങ്ങനെ കുറെ ഹിന്ദി ഫുൾ ടൈമർഷിപ്പ് ഹിന്ദി ഫുൾ ടൈമർഷിപ്പ് ആ ഒരു കാലഘട്ടത്തിൽ 2003-ലോ 2004-ലോ ആണ് ഹിന്ദി ഫുൾ ടൈമർഷിപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഹിന്ദി റിസോഴ്സായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീസസ് യൂത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം. ജീസസ് യൂത്തിൽ വന്നതിന് മുമ്പ് കേരളത്തിലായിരുന്നെങ്കിൽ ജീസസ് വന്നതിന് ശേഷം ഇന്ത്യയിലോട്ട് ഒരു റീച്ച് ഔട്ട് നടത്താനും ഇന്ത്യൻ മിഷനിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിഷനിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു വലിയൊരു പരിശീലനം കിട്ടാനൊക്കെ കർത്താവ് ഇടയാക്കി. നോർത്ത് മിഷനൊക്കെ വേണ്ടി രാജേഷ് പോകുമ്പോൾ ഹിന്ദിയിലാണല്ലോ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഭാഷയെ പഠിക്കാൻ അല്ലെങ്കിൽ ഹിന്ദി കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ഭാഷയുടെ മേഖലയിലെ രാജേഷിന് എന്തൊക്കെ ദൈവാനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്? പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും അല്ലെങ്കിൽ ദൈവം ഇടപെട്ട ഭാഷയുടെ മേഖല ഇടപെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭാഷ വളരെ മസ്റ്റാണ്. കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് ഒരു മിഷൻ ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഭാഷ അത്ര അധികം ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അതൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലും പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായവും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഹിന്ദിയിലായാലും 1 വർഷം കൊണ്ടൊക്കെ തന്നെ വലിയൊരു വ്യത്യാസം വന്നു. ഹിന്ദിയിൽ ചെയ്യാനും കാര്യങ്ങൾ മിഷൻ ചെയ്യാനായാലും ഇപ്പോൾ യുഗാണ്ട ആയാൽ പോലും നമുക്ക് ഇംഗ്ലീഷ് തുടക്കത്തിലുണ്ടായിരുന്ന അവിടെ ചെന്നിട്ട് 2 മാസത്തിനുള്ളിൽ നമുക്കൊരു റിട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഭാഷയല്ല, അതിനപ്പുറത്ത് നമ്മുടെ ഒരു വില്ലിങ്നെസ് ആണ്. ഇത് എനിക്ക് ചെയ്യണം കർത്താവിന്റെ ഒരു മിഷൻ എനിക്ക് ചെയ്യണം എന്നുള്ള ഡീപ്പായിട്ടുള്ള ഒരു പാഷനോടുകൂടെ ദൈവം തരുന്ന ഒരു കൃപയാണ് ഭാഷ. അപ്പൊ ജീസസ് യൂത്തില് ചെയ്ത നോർത്ത് ഈസ്റ്റ് മിഷനുകളൊക്കെയാണ് സത്യത്തില് ഈ യുഗാണ്ടൻ മിഷനിലേക്ക് രാജേഷിനെ സഹായിച്ചത്. അതായത് ഒരു പെട്ടെന്ന് ഒരു സംഭവം ആയിരുന്നില്ല, ഗ്രാജുവൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫോർമേഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ്. അപ്പൊ രാജേഷിന്റെ മനസ്സിലുണ്ടായിരുന്നോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? അങ്ങനെ അതായത് കേരളത്തിന് എനിക്കറിയാം രാജേഷിനെ സംബന്ധിച്ചിടത്തോളം പണിയിൽ വളരെ പ്രാവീണ്യമുള്ള ആളാണ്, മറ്റു പല മേഖലകളിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഈ കുടുംബത്തോടൊപ്പം ആഫ്രിക്കൻ ഒരു മിഷന് പോകാനായിട്ട് രാജേഷിനെ സത്യത്തിൽ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 92-ൽ എന്റെ ആദ്യത്തെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയത് അവിടെ എന്ത് നടക്കുന്നു എന്നൊന്ന് കാണുക, അത്രേ ഡിവൈനിൽ നടക്കുന്ന ഒരു ധ്യാനത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ മാത്രമായിട്ട് പോയ ആളാണ് ഞാൻ. അങ്ങനെ ആ ഒരു ആഴ്ച 1 വീക്ക് റിട്രീറ്റിൽ നിന്ന് എനിക്ക് വലിയൊരു സന്തോഷം, എന്റെ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷം അതുവരെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റി. ഈശോയാണ് ഏക രക്ഷകൻ എന്നുള്ള ആഴമായ ഒരു ബോധ്യം മനസ്സിലേക്ക് വന്നു. അന്നേരം എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ദൈവമേ ഞാൻ അനുഭവിച്ച ഈശോയെ എന്റെ വീട്ടിലുള്ളവർക്കും എന്നെ അറിയുന്നവർക്ക് എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും? ഇത് എന്റെ മനസ്സിലെ വലിയൊരു ചോദ്യമായിരുന്നു. എങ്ങനെയൊക്കെ കൊടുക്കണം ചെയ്യണം എന്നുള്ള ആഴമായ ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഡിവൈൻ തിരിച്ചു വരുന്നത്.
ആ ആഗ്രഹമാണ് എന്നെ ഇതുവരെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ തുടർച്ചയായിട്ട് നടന്നതാണ് എല്ലാം. മിഷൻ സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് പുറത്ത്. എന്തുകൊണ്ടാണ് രാജേഷ് ഒരു ആഫ്രിക്കൻ മിഷൻ, മറ്റ് സ്ഥലങ്ങളിലൊന്നും ഓപ്റ്റ് ചെയ്യാതെ ഒരു ആഫ്രിക്കൻ ഉഗാണ്ടൻ മിഷൻ തെരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ആഫ്രിക്കൻ മിഷൻ സത്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തതല്ല ഒരു കാരണവശാലും. ഇത്തരത്തിലൊക്കെ നടക്കുന്ന സമയത്ത് 2010 GC യൂത്ത് ജൂബിലി വർഷമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ 2006 ഞാൻ വിവാഹം കഴിക്കുന്നത്. 2003 എൻ്റെ ഒരു കൗദാശിക ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നത് മാമോദീസയിലൂടെ. അപ്പോൾ ഈ ഒരു ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിൽ വന്ന കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട ഒരു വലിയൊരു ചിന്തയാണ്, രാജേഷ് മോസസ് എന്ത് നിനക്ക് ഇനി കർത്താവിന് ചെയ്യാൻ പറ്റുമോ? ഒത്തിരി കാര്യമൊന്നും ചെയ്യുന്നുണ്ട്, ഇനി എന്ത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥത സത്യത്തിൽ ഫീൽ ചെയ്തിരുന്നു. എങ്ങനെ കർത്താവ് എന്തോ ഞങ്ങളിൽ നിന്ന് ഇനിയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനിത് എന്റെ വൈഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞു, എന്തോ കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ചെയ്യുന്നതിനപ്പുറത്തായിട്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മോശം ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ചോദ്യം കർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് 2010 ജൂബിലി കോൺഫറൻസിന് ശേഷം 2011 ഒരു വലിയ സൈലന്റ് പ്രയർ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. അത് എന്താണെന്ന് അറിയാനാതെ അതെന്താണെന്ന് അറിയാനായിട്ട് 2011 നീണ്ട ശാന്തമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 4:30 പുലർച്ചെ 4:30 എഴുന്നേൽക്കും. ഞാനും വൈഫും കൂടി ഒരുമിച്ചിരുന്ന്, മക്കളും ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് 4 പേരും ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നേരെ കുർബാനയിൽ സംബന്ധിക്കും. അതിന് തിരിച്ചു വരും, വീണ്ടും ബൈബിൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് ജോലിയുമായി കണക്റ്റഡ് ആയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രയർ സ്ട്രാറ്റജി, അതെ, ഡിസേൺമെന്റ് പ്രോസസ്സിന് വേണ്ടി ഒരു 1 ഇയർ നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 2011 അവസാനത്തോടു കൂടെയാണ് കർത്താവ് ഞങ്ങളോട് ഒരു 3 വർഷത്തെ ബ്രേക്ക് എടുക്കാൻ, ഇപ്പോഴത്തെ ഒരു കരിയറിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് ഒരു 3 വർഷത്തെ ബ്രേക്ക് ഫുൾ ടൈം മിഷന് വേണ്ടി എടുക്കാനായിട്ടുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് കിട്ടുന്നത് 1 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. ആ ഡിസേൺമെന്റിനനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു അപ്പോഴും നമുക്ക് യുഗാണ്ടൻ മിഷൻ ആണെന്ന് അറിയില്ല. നമ്മൾ കർത്താവ് ഒരു 3 വർഷത്തെ ബ്രേക്ക് നമ്മുടെ കരിയറിൽ നിന്ന് ഒരു ഫുൾ ടൈം മിഷനിലേക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ വീണ്ടും ഞങ്ങൾ അത്രയ്ക്കും ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ മിഷന്റെ സ്വഭാവം എന്തായിരിക്കണം, എവിടെ മിഷൻ ചെയ്യണം, ഇതൊക്കെ ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അത് ഒരിക്കലും ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല, വീണ്ടും പ്രാർത്ഥിച്ച് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മിഷനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന്. മറ്റൊന്ന്, മുഴുവൻ സമയം ഒരു ജോലിയും എടുക്കാതെ ഒരു 3 വർഷം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മിഷനിൽ ഫുൾ ടൈം ഒരു 24 hours കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇന്ത്യക്ക് പുറത്താണ് ആഗ്രഹിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി കിട്ടി. പിന്നീട് നമ്മൾ GC യൂത്ത് മൂവ്മെന്റുമായിട്ട് അതിന്റെ പോസിബിലിറ്റി എനിക്കറിയാവുന്ന ഫുൾ ടൈം ഇതുപോലെ മിഷൻ ചെയ്യുന്ന പലരുമായിട്ട് പേഴ്സണലി ഇരിക്കുകയും സ്പെഷ്യലി GC യൂത്തുമായിട്ട് ലീഡേഴ്സുമായിട്ട് ഇരിക്കുകയും അവരായിട്ട് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇത് ആഫ്രിക്കൻ മിഷനാണെന്നും യുഗാണ്ടയാണ് മിഷൻ പ്ലേസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അതിനു മുമ്പ് നമ്മളൊരു ആഫ്രിക്കയിൽ മിഷൻ ചെയ്യണമെന്ന് കരുതി ഇറങ്ങിയ ഒരു മിഷൻ ആയിരുന്നില്ല അത്. കർത്താവ് നമുക്ക് തന്ന നമ്മുടെ കരിയറിൽ നിന്നൊരു ബ്രേക്ക് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ തുടങ്ങി. പിന്നീട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആഫ്രിക്കയിൽ എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അതിനതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഒരു അൽമായിനെ എന്തുമാത്രം സുവിശേഷമേകാൻ സാധിക്കുന്നുവോ അതിന്റെ അത്യുന്നതയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ് രാജേഷ് മോസസിൻ്റെതെന്ന് ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇവിടുത്തെ വികാരിയായി ചാർജ് എടുത്തപ്പോൾ മനസ്സിലാക്കാൻ ഇടവന്നു. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കുവാനും ഭവനത്തിലെ മറ്റു സഹോദരന്മാരും പ്രത്യേകിച്ച് അമ്മച്ചിയും ഈ സഹോദരന് വേണ്ടിയും ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രോത്സാഹനം ഞങ്ങളുടെ തന്നെ പൗരോഹിത്യത്തിന് കുറച്ച് ഉണർവും അതുപോലെ തന്നെ ഉന്മേഷവും പ്രവർത്തനത്തിൽ കുറച്ചും കൂടിയും ആർജവത്വവും നൽകാനായിട്ട് പ്രേരിപ്പിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.
അല്ലെ രാജേഷ്, ഇപ്പൊ ഒരു ആഫ്രിക്കൻ മിഷനാണല്ലോ രാജേഷ് തെരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇരുണ്ട ഭൂഖണ്ഡം, അവിടെ യുഗാണ്ട, അതുപോലെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേരാണ്. അവിടുത്തെ ജനങ്ങളുടെ ഒരു ആത്മീയ സ്ഥിതി എങ്ങനെയുള്ളതാണ്? നമുക്ക് യുഗാണ്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു കത്തോലിക്ക പള്ളി, ഫോർ എക്സാമ്പിൾ 19 രൂപതകളാണ് യുഗാണ്ടയിലുള്ളത്. ഓരോ ഇടവകയുടെയും ഓരോ ഇടവകയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഇടവകയുടെയും കീഴിൽ 60-65 സബ്സ്റ്റേഷനുകളുണ്ട്. ഒരു മെയിൻ പള്ളിയോട് ചേർന്ന് ഒരു 10,000-4,000 പേരുണ്ടെങ്കിൽ അതുപോലെ 3,000-4,000 വരുന്ന 60-65 സബ്സ്റ്റേഷനുകൾ ചേർന്നാണ് ഒരു പാരിഷ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അവർ ശ്രദ്ധിക്കാൻ 2 വൈദികനാണ്, ഒരു സീനിയർ പ്രീസ്റ്റും ഒരു ക്യൂറേറ്റ് എന്ന് പറയുന്ന ഒരു യൂത്ത് ചാപ്ലൈൻ പോലെയുള്ള ഒരു അസിസ്റ്റന്റ് പ്രീസ്റ്റും. മൊത്തം നമ്പർ എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 45,000-50,000 പേര് വരുന്ന ഒരു സംഖ്യയാണ് ഒരു ഇടവക എന്ന് പറയുന്നത്, ഒരു പാരിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു അച്ഛനെ ഓടിയെത്തുക, പിന്നെ ജിയോഗ്രാഫിക്കലി ഉള്ള ചില ചലഞ്ചുകൾ, മീൻസ് റോഡുകളില്ല, പലതും മല കയറി ഇറങ്ങണം. അപ്പൊ പൊതുവെ ഒരു വൈദികൻ ഒരു പാസ്റ്ററൽ കെയർ കിട്ടുക എന്നുള്ളത് വളരെ റയറാണ്. എന്നിരുന്നാലും ഇവർക്കുള്ള ഒരു ഭക്തിയും ഭയവും പ്രാർത്ഥിക്കാനൊക്കെ വരും. ഞായറാഴ്ചകൾ സാധാരണ പള്ളി നിറച്ച് ആളുകൾ വരും, ഇട ദിവസങ്ങൾ പൊതുവെ കുറവാണ്, ആളുകളില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ ജീവിതത്തെ എനിക്ക് നോക്കുമ്പോൾ ഈ വാല്യൂസ്, മൂല്യങ്ങൾ, ഇപ്പൊ ക്രൈസ്തവ മൂല്യങ്ങൾ, അതെ, അപ്പോൾ ഈ ജീവിത മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഫാമിലി, ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് നമുക്ക് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് യുഗാണ്ടയെ സംബന്ധിച്ച്. കുടുംബജീവിതം വളരെ റയറാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇവര് ഒന്നാമത് തന്നെ ഇവര് പള്ളിയിലല്ല ഇവർ കെട്ടുന്നത്. അവിടെ ട്രഡീഷൻ വൈസ് ഒരു സ്ത്രീ പ്രസവിക്കുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ വിവാഹത്തിലേക്ക് തന്നെ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് അവരുടെ ട്രഡീഷന്റെ ഭാഗമാണ്. ഈ യുഗാണ്ടയിലെ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഒരിക്കലും ഇല്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എത്ര പേര് എങ്ങനെയൊക്കെ വീടിന്റെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും വി ആർ അറൌണ്ട് 30-32 മെമ്പേഴ്സ് ഇൻ അവർ ഹോം. ഞങ്ങൾ 32 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഫാമിലിയിലാണ്. ഒരു 32 മക്കളുണ്ട് ഞങ്ങള്. അപ്പൊ നമുക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. 32 മക്കളുള്ള ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാവുന്ന വലുതാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും എന്റെ അപ്പന് ആദ്യത്തെ ഭാര്യയിൽ ഒരു 8 പേര്, രണ്ടാമത്തെ ഭാര്യയിൽ ഒരു 10 പേര്, മൂന്നാമത്തെ ഭാര്യയിലുള്ള ആളെ ഞങ്ങളും ഒരു 8 പേര്. അങ്ങനെയാണ് ഈ 3 ഭാര്യമാരെയും ചേർത്താണ് ഇത് പലപ്പോഴും. അപ്പൊ ഒരു ഫാമിലിയുടെ ഒരു സെക്യൂരിറ്റിയോ വാല്യൂസ് അങ്ങനെയുള്ള ഒരു ഫാമിലി കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി ഇല്ല. അപ്പൻ പലപ്പോഴും അതുകൊണ്ട് തന്നെ പിള്ളേര് മിക്കവാറും അതുകൊണ്ട് തന്നെ ഇവര് ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ ലെവലിൽ സഹായിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഫാമിലിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവർ കൈ ഒഴിയും ഈ മക്കളെ, ഈ മാതാപിതാക്കളെ. പിന്നെ അവർ കണ്ടെത്തുന്ന രീതിയിലോ അല്ലെ NGOസോ അല്ലെ പ്രോജക്റ്റോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. കുടുംബത്തിന്റെ കെട്ടുറപ്പിന് പ്രാധാന്യം നൽകാത്ത ഉഗാണ്ടൻ സംസ്കാരവും സാമ്പത്തികമായും സാമൂഹികമായും നിലനിൽക്കുന്ന ധ്രുവീകരണവുമാണ് ഉഗാണ്ടയിലെ സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ യുവജനങ്ങളെ ആത്മീയ കാര്യങ്ങളിൽ താൽപര്യമുള്ളവരും ദൈവാനുഭവങ്ങളുമുള്ളവരാക്കി തീർക്കാൻ രാജേഷിനും കുടുംബത്തിനും കഴിഞ്ഞു. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു.